വിഷുവിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കണിച്ചട്ടികൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് കാസർഗോട്ടെ എരിക്കുളം ഗ്രാമം. വലിയ ലാഭമില്ലെങ്കിലും കണിക്കലങ്ങളും മറ്റു മൺപാത്രങ്ങളും നിർമ്മിക്കുന്നതിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നിലനിർത്തുകയാണ് മടിക്കൈ എരിക്കുളത്തെ കുടുംബങ്ങൾ. മടിക്കൈ എരിക്കുളം ഗ്രാമത്തിലെ 100ഓളം കുടുംബങ്ങൾ വിഷുക്കാലമായതോടെ കണിക്കല നിർമ്മാണത്തിന്റെ തിരക്കിലാണ്. വീടുകളിലെത്തിയാൽ കണിച്ചട്ടി ഒരുക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നേരിൽ കാണാം. വിഷു ലക്ഷ്യമാക്കിയുള്ള കണിച്ചട്ടി നിർമ്മാണം തുടങ്ങിയിട്ട് 2 മാസത്തിലേറെയായി. കണിച്ചട്ടി നിർമ്മാണവും വിവിധ തരം മൺപാത്രങ്ങളുടെ നിർമ്മാണവും പാരമ്പര്യമായി ഇവർക്ക് കൈമുതലാണ്. വിഷു കഴിഞ്ഞ് പിറ്റന്നാള് ഒരു വർഷത്തേക്ക് വന്ന് മണ്ണ് ശേഖരിക്കും. പിന്നെ കാലാവസ്ഥ വിഷം കൂടിയില്ലെങ്കിൽ പണി തുടങ്ങും. പണി തുടങ്ങില്ല. എത്ര കുടുംബങ്ങളുണ്ട് ഇപ്പോൾ എരിക്കുളം പ്രദേശത്ത് ഇതിന് നിർമ്മാണത്തിൽ? ഓരോ 100-150 ഏകദേശം 1 മാസം ആയോ ഇത് സജീവമായിട്ട് ആരംഭിച്ചിട്ട്? എത്ര കലങ്ങൾ ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു? ഇപ്പോൾ എൻ്റെ നമുക്കിപ്പോൾ ഒരു 10-15 എണ്ണം അത്രയോ. ചില ആൾക്കാർ 20-25 ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കലം ഒന്നിന് വില അത് പല നമ്മൾ കൊണ്ട് വിൽക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ കുറച്ച് കുറയും. നിങ്ങളങ്ങനെ ചുമടായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ വീടുകളിലേക്ക്? അല്ല കൊടുക്കുന്നത്? ഇവിടുന്ന് കൊടുക്കുന്നത്. അതിന് എത്ര വർഷമായി ഇപ്പോൾ കല നിർമ്മാണത്തിൽ? ഞാനൊരു 20 വർഷം. 300 വർഷത്തിലേറെ പഴക്കമുണ്ട് എരിക്കുളത്തെ വീടുകളിലെ മൺപാത്ര നിർമ്മാണത്തിന്. വിഷു വിപണി ലക്ഷ്യമാക്കി ചുരുങ്ങിയത് 100 കണിക്കലമെങ്കിലും ഓരോ വീടുകളിലും ഈ സമയത്തുണ്ടാക്കുന്നു. വലിപ്പത്തിനനുസരിച്ച് 200 മുതൽ 250 രൂപ വരെയാണ് വില. വിഷുക്കല നിർമ്മാണത്തിന് ആരംഭിച്ചറിഞ്ഞാൽ 3 മാസത്തോളമായി. ഇത് ഇതിൻ്റെ പണിപ്പരയിലാണ്. വിഷുക്കല ഉണ്ടാക്കുന്ന പണിപ്പരയിലായി 3 മാസത്തോളമായി. 3 മാസത്തോളം അതിനുശേഷം നമ്മൾ ചൂളയിൽ പോയി ചൂള വെക്കുന്നു, എടുക്കുന്നു. അങ്ങനെ ഇതിൻ്റെ തയ്യാറെടുപ്പിൽ 3 മാസത്തോളമായി. ഇപ്പോൾ അത് പ്രധാനമായ കണിച്ചട്ടികൾ തന്നെയാണ്. പ്രധാനമായും കണിച്ചട്ടികളാണ്. പിന്നെന്തൊക്കെയാണ്? പിന്നെ മറ്റേ ഈ ചോറ് വെക്കുന്ന കലങ്ങൾ, കറി വെക്കുന്ന കലം. കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്നുള്ള കലങ്ങൾ വിപണി ലക്ഷ്യമാക്കി എത്തുന്നു. വിഷു കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ദിവസമാണ് 1 വർഷത്തേക്കുള്ള മൺപാത്ര നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് കുടുംബങ്ങൾ ശേഖരിക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.